ഹലോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ സീരിയൽ തേന്മാവിൻ കൊമ്പത്ത് സൂര്യ ടി വിയിൽ നമ്മുടെ സൺ സൂര്യയിൽ 9 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന തേന്മാവിൻ കൊമ്പത്തിലെ ഫസ്റ്റ് ഡേ ഷൂട്ടാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ, എനിക്ക് ഫസ്റ്റ് ഷെഡ്യൂളിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ പോകുന്നത് തന്നെ ഈ ആക്സിഡൻറ്റ് സീനിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കോസ്റ്റ്യൂം ഞാൻ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ക്യാരക്ടറായിട്ട് ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് അടി ബഹളം, കാറിടിക്കൽ, പൊക്കിയെടുക്കൽ, ഇതൊക്കെ ആയിരുന്നു മെയിൻ പരിപാടികൾ. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ കട്ട്സ് ഈ ഇടിക്കുന്നതും പിന്നെ മെയിനായിട്ടുള്ളതെല്ലാം ചേർത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിനോടകം അത്യാവശ്യം ഭയങ്കര വൈറലായി. ഒരുപാട് കമൻറ്റ്സ് വന്നു. ഒരുപാട് പേര് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് കട്ട്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ സീൻസ്. അങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂളിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം ഷൂട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പൈലറ്റ് ഷൂട്ട് എന്ന് പറയും. അങ്ങനെ അതിലുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിലെ സ്നേഹക്കൂടെന്ന് പറഞ്ഞ പരമ്പര കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സൂര്യ ടി വിയിലെ ഈ പ്രോജക്റ്റാണ് തേന്മാവിൻ കൊമ്പത്ത്. അപ്പോൾ എന്താ പറയുക, ഷൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ തേന്മാവിൻ കൊമ്പത്തിലെ ഫസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അത്രയും സ്ട്രഗിളെടുത്തു. എന്താ പറയുക, നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സേഫ്റ്റി കണക്കാക്കി അവർ നമുക്ക് ഡ്യൂപ്പും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെർഫെക്ഷൻ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആക്ച്വലി ഞാൻ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിൽ കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്യൂപ്പിന് പകരം ഈ സാധനം വെച്ചിട്ട് ക്രെയിൻ വെച്ച് പൊക്കുന്നതും ഒക്കെ ഉണ്ട്. സോ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പിന്നെ അതങ്ങ് ആ ഫ്ലോയിലങ്ങ് പോയി. ആക്ച്വലി ചെയ്യുന്ന സമയത്ത് അറിഞ്ഞില്ല. മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമായിട്ടാണ് ഞാനതിനെ കണ്ടത്. എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് എനിക്ക് അത്രയും ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഞാനത് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ കണ്ടപ്പോഴാണ് എല്ലാവരും പറഞ്ഞ പോലെ ഓക്കെ ശ്രദ്ധിക്കണമായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഇതിൽ ദൈവം സഹായിച്ചിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ ഒരുപാട് റിസ്കി ഷോട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അവർ നമുക്ക് ബെഡും പിന്നെ സേഫ്റ്റി ഒക്കെ നമ്മൾ നോക്കും. പക്ഷെ എന്നാലും വീഴുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ബാക്കും ഹെഡൊക്കെ ഇടിച്ചിട്ടാണ് വീണത്. അത് ഇച്ചിരി വേദനയൊക്കെ ഉള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനത്തെ ഈ പൊക്കി നിർത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയറിലാണ് അതിൻ്റെ സപ്പോർട്ട് വരുന്നത്. അതങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനമൊക്കെ പുറത്ത് വരുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ആ മണ്ണിലെഴയുന്നത് ഇത്രയായിരുന്നു ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഷോട്ട്. പിന്നെ ഫസ്റ്റ് ആ വണ്ടി ഇടിക്കുന്നത് കുറേ ഷോട്ട് പോയി, ആ ഒരെണ്ണം മാത്രം കേട്ടോ. കാര്യം ഈ വണ്ടി അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ, അങ്ങനെ പേടിച്ചിട്ട് ഒരുപാട് ഒരു 4-5 ഷോട്ട് പോയി കേട്ടോ. അതിന് വണ്ടി അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നിൽ വണ്ടി നേരത്തെ വരും, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തും, അങ്ങനെ. പക്ഷെ ഫൈനലി ഓക്കെ ആയി. പിന്നെ ഇതൊക്കെ കണ്ടു നിന്നവർക്കും ഭയങ്കര ഇതായിരുന്നു. ഇപ്പം എനിക്കിത് കാണുമ്പോൾ ഓക്കെ ഞാനാണോ ഇത് ചെയ്തെന്നുള്ളത്. പിന്നെ എൻ്റെ മാത്രം കഴിവല്ല, ആ നിൽക്കുന്ന നമ്മുടെ ഡയറക്ടർ സാറാണെങ്കിലും ഞങ്ങൾക്ക് പൈലറ്റ് എടുത്തത് സനൽ എന്ന് പറയുന്ന സാറാണ്. നമ്മുടെ പ്രിയം സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ്റെ അത് ഡയറക്റ്റ് ചെയ്തത് സാറാണ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് അത്ര അടിപൊളിയുള്ളൊരു സീന് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ആ മാസ്ക് വെച്ചിരിക്കുന്ന ആളാണ് സനൽ സാർ. സോ അത് മാത്രമല്ല, ഈ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും ഒരേപോലെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാര്യം ഇവരാരും ഇല്ലെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ല. ഈ എടുത്ത് പൊക്കുന്ന മുതൽ ക്രെയിൻ കെട്ടുന്നത്, പിന്നെ ആ സ്റ്റണ്ട് മാസ്റ്റർ തൊപ്പി വെച്ചിരിക്കുന്ന ബ്ലാക്ക് ഷർട്ടാണ് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ. പിന്നെ കോസ്റ്റ്യൂമർ അരുൺ ചേട്ടൻ, അവരുടെയൊക്കെ പേരെടുത്ത് പറയണമെന്നത് വരുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മേക്കപ്പ് ചെയ്യുന്ന ജിൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ വിഷ്ണു ചേട്ടൻ, അങ്ങനെ എല്ലാവരും അവിടെ നിന്നിരുന്ന എല്ലാവരും കംപ്ലീറ്റ്ലി സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ ക്യാമറമാൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടോടെ അവർ കഴിയുന്നത് വരെയും കഴിഞ്ഞപ്പോഴും ഒക്കെ അത്രയും വലിയൊരു റിസ്ക്കാണ് എടുത്തതെന്നൊക്കെ. പിന്നെ നമ്മുടെ ശരൺ ചേട്ടനും എനിക്ക് മാത്രമാണ്, അതായത് നമ്മുടെ ഹരിച്ചേട്ടൻ, നമ്മുടെ ഈ സീരിയലിലെ SP-യും ഞാനും മാത്രമായിരുന്നു ആ സീനിൽ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത്. ആക്ച്വലി ഞാൻ ആരടുത്തും അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, കാര്യം അത്രയും റിസ്ക് ഉണ്ട്. സോ നിങ്ങൾ കാര്യം നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട്
അതും ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഓക്കെ ഞാൻ അത്രയും റിസ്ക് എടുത്തല്ലോ എന്ന് തോന്നും പല സീൻസും കാണുമ്പോൾ. പക്ഷെ അതെനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഇത് കാണുമ്പോൾ ആൾക്കാരുടെ സ്നേഹം, എനിക്ക് കിട്ടിയൊരു ആക്സെപ്റ്റൻസ്, അതിൽ നിന്ന് കിട്ടിയൊരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും നീട്ടി വലിച്ച് ഞാനൊരു വീഡിയോ ഇടണം എന്നെനിക്ക് തോന്നിയത്. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്നേഹമായിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് അത്ര അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതിൽ അത്രയും ഞാൻ ഹാപ്പിയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൊല്ലത്തുള്ള കിംസിലായിരുന്നു ബാക്കി ഷൂട്ട് കേട്ടോ. അവിടെയാണ് ബാക്കി ഹോസ്പിറ്റൽ സീൻസും ഒക്കെ വരുന്നത്. ഈ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹീറോയിന് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്നേഹക്കൂട്ടിലെ അച്ചു ആണെങ്കിലും എല്ലാവരും മനസ്സിൽ വെക്കുന്നൊരു ക്യാരക്ടറാണ്, എനിക്കറിയാം. പക്ഷേ എന്താ പറയുക, നമ്മുടേത് എന്ന് പറയുന്ന നമ്മൾ ലീഡ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് അത് എപ്പോഴും നമ്മുടെ സ്പെഷ്യലായിരിക്കും അല്ലേ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ നമ്മുടെ മെർലാൻഡിൻ്റെ തേന്മാവിൻ കൊമ്പത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ എനിക്ക് എൻ്റെ അത്രയും സ്പെഷ്യലാണ്. അത്രയും എനിക്ക് അതിൽ അത് എന്താണ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത്രയും അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരു വെറൈറ്റി സ്റ്റോറി, അത് എങ്ങനെ ആൾക്കാരെടുക്കും എന്നെനിക്ക് അറിയില്ല. പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. അത് ഇനിയും ഒരുപാടുണ്ട്. നിങ്ങൾക്കത് 10-15 എപ്പിസോഡ് ആ സീരിയൽ കണ്ട് ഒരു 15 എപ്പിസോഡ് ആകുമ്പോൾ ഏകദേശം ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെയും ഇതിലുള്ള ബാക്കി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ്. അവരുടെ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇമോഷൻസുമുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത്. അപ്പോൾ കണ്ട് നോക്കിയിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ഹോസ്പിറ്റൽ സീനാണ്. ഞാൻ ഇത്രയും റിസ്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു തോന്നൽ വരില്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതെനിക്ക് അത്രയും സ്പെഷ്യലാണ്. ഈ ഇട്ടിരിക്കുന്ന മേക്കപ്പൊക്കെ ഞാൻ നിങ്ങൾ സീനിൽ കാണുമ്പോൾ 1-2 ദിവസം കൊണ്ട് കഴിഞ്ഞതാണ്. പക്ഷേ ഞാനൊരു 4 ദിവസമെങ്കിലും സെയിം മേക്കപ്പ് രാവിലെ പോയി ഇങ്ങനെ ഇട്ടിരുന്നിട്ടുണ്ട്, ഈ ഫുൾ ബ്ലഡിൽ കുളിച്ചിട്ട്. അപ്പം അത് ഞാൻ കഷ്ടപ്പെടുന്ന പോലെ എൻ്റെ മേക്കപ്പ് മാനും പിന്നെ എൻ്റെ ബ്രദർ അനൂപും പിന്നെ എൻ്റെ കൂടെയുള്ളവരും കോസ്റ്റ്യൂമറും എല്ലാവരും നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കും. സോ ഇതൊക്കെ ഇട്ട് വൈകുന്നേരം നിൽക്കണം. അതൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഈ മുറിവിൻ്റെതാണെങ്കിലും ഇനി വരുന്ന ഷോർട്സ് ആണെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലവും ഈ ഹോസ്പിറ്റലും ഒക്കെ വേറെ സ്ഥലങ്ങളാണ്. സോ ഒരു 4 ദിവസമെങ്കിലും തുടരെ ഞാൻ ഈ ഗെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ബ്ലഡിൽ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ. സോ അത്രമാത്രം എഫേർട്ടാണ് ഈ ഒരു ഇതിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തേന്മാവിൻ കൊമ്പത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സൺ നെക്സ്റ്റ് ആപ്പിൽ സൂര്യയിലെ എല്ലാ സീരിയൽസും പിന്നെ എപ്പിസോഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സൺ നെക്സ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്താൽ മതി. ഇനി അതല്ല, ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ എപ്പിസോഡിന് മുന്നേയും കാണാൻ പറ്റും. അതൊന്നും അല്ലെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും, പിന്നെ കൂടാതെ പിന്നെ എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒക്കെ. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് അത്രയും സ്പെഷ്യലാണ്. സോ മെർലാൻഡിൻ്റെ ടീമിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ മെർലാൻഡിൻ്റെ ടീമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല പ്രോജക്റ്റും പിന്നെ ഒരുപാട് വർക്ക്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു ടീമാണ്. അത്രയും അടിപൊളി ടീമാണ്. ഫസ്റ്റ് നമ്മുടെ ഈ പൈലറ്റ് എപ്പിസോഡ് ഫുള്ള് എടുത്തിരിക്കുന്നത് സണ്ണി സാറാണ്, പ്രേം സിനിമ എടുത്തിരിക്കുന്ന സാറാണ്. അപ്പോൾ അവരെ പോലുള്ളവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് എന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെ ഫുൾ ഹോസ്പിറ്റലും ആക്സിഡൻറ്റും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കടന്നു പോയത് കേട്ടോ. പൈലറ്റ് ഷോട്ടും ഇതൊക്കെ, പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് പോയി. നമുക്കങ്ങനെ റീഷൂട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ചെയ്തതിനൊക്കെ യൂസ് ഉണ്ടായി. പിന്നെയാണ് ആക്ച്വലി എൻ്റെ ഒരു 15 എപ്പിസോഡിനൊക്കെ ശേഷമാണ് എൻ്റെ ക്യാരക്ടർ ഒന്ന് ഓണായി വരുന്നത്. അപ്പോൾ അതിപ്പോൾ നടക്കുന്നേ ഉള്ളൂ. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആഫ്റ്റർ ആ എപ്പിസോഡ്സൊക്കെ ടെലികാസ്റ്റിന് ശേഷം ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ സീൻസിൻ്റെയൊക്കെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം അത്രേ ഉള്ളൂ. ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും എനിക്ക് ഒരുപാട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ സക്സസിൻ്റെ കാരണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. പറ്റുന്നവരൊക്കെ സീരിയൽ കാണണം. ടി വി തന്നെ കാണാൻ ശ്രമിക്കുക. പറ്റാത്തവർ സൺ നെക്സ്റ്റ് ആപ്പിൽ ഉണ്ടാവും നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ ബൈ.